ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കുഞ്ഞാവേനെയും കൊണ്ട് അംഗൻവാടിയിലേക്ക് പോയി. ആദ്യമായിട്ടാണ് കേട്ടോ അംഗൻവാടിയിലേക്ക് പോണത്. പൊടി വാങ്ങാനും തൂക്കം നോക്കാനൊക്കെ പോവാറുണ്ടെങ്കിലും അവൾ കുറച്ചു നേരം പോയി ഇരുന്ന് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. അവൾക്ക് എന്തോ ഈ ഇടയായിട്ട് അംഗൻവാടി പോവാൻ വല്ലാത്തൊരാഗ്രഹമാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുട്ടികൾ പറഞ്ഞ് മൂപ്പിച്ചിരിക്കുകയാണ് അവളുടെ. അംഗൻവാടിയിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് വിചാരം. ആനവണ്ടിയാ കുതിരവണ്ടിയാ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടീനെ അവരെല്ലാവരും കൂടി മൂപ്പിച്ചൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് കേട്ടോ. ഒരേ വാശിയായിരിക്കും. ഫോൺ വേണം പറഞ്ഞ് വാശി പിടിക്കും, അതിന് വാശി പിടിക്കും, ഒരേ കരച്ചിലുമായിരിക്കും. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് അംഗനവാടി കൊണ്ടുപോയി ഇരുത്തി നോക്കാമെന്ന്. വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ, 2 വയസ്സ് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോയി. പോയത് ആൾ കളി തുടങ്ങി കേട്ടോ. ആ വണ്ടിയിൽ കയറിയിരുന്ന്, ചക്കറില്ലാത്ത വണ്ടിയാണേ, അതിൻ്റെ സ്റ്റിയറിങ്ങും തിരിച്ചുകൊണ്ട് ഞാനാണ് ഡ്രൈവറെന്നും പറഞ്ഞ് കയറിയിരിക്കുകയാണ് ആൾ. അത് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി നോക്കി, അടുത്തത് എന്താ കളിപ്പാട്ടെന്ന് നോക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ കുറേ അത് നേരം അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ച് വെച്ച് കളിച്ചു. മതിയായാൽ തിരിച്ചിട്ടു. സംഭവം വീട്ടിലുണ്ട് കേട്ടോ കളിക്കാൻ. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ നിറമൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ആളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ കളി കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നു. ഓരോ നിറം പറയുമ്പോഴും അതനുസരിച്ച് എടുത്ത് ഇട്ട് ഫില്ല് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നിലത്തേക്ക് വീഴും, പിന്നെയും അതെടുത്ത് ഇടും. അങ്ങനെ 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 കുറേ നേരം കളിച്ച് പകുതി ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ വന്നു കേട്ടാ. പിന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ തല തിരിച്ചിടുന്നു. അത് കഴിഞ്ഞ് അത് മതിയായി, ഇനി വേറെ എന്തായാലേ നോക്കാൻ പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അത് ആ കൊട്ടയിൽ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്. ഞാനത് എടുത്തു കൊടുത്തു. അതും കൊണ്ടുവന്ന് അതിലെന്തൊക്കെയുള്ളതെന്നും പെറുക്കി നോക്കുകയാണ് ആൾ. ജിറാഫ്, കടുവ, അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ പെറുക്കി നിലത്തേക്ക് ഇട്ടു. ആൾക്ക് പെറുക്കി മതിയായി എന്ന് തോന്നുന്നു. ഇപ്പം തന്നെ കാണാം അത് തലകഴായി കൂട്ടുന്നത്. എത്രയത് പെറുക്കിയെടുക്കുക, പെറുക്കിയിട്ടും കഴിയണ്ടേ. ദേ തലകഴായി കൂട്ടിയിരിക്കണു. എന്നെ നോക്കണുണ്ട് കേട്ടോ കൂട്ടുമ്പോൾ. എന്തെങ്കിലും ഇനിയിപ്പോൾ പറയുമെന്നായിരിക്കും. ദേ എടുത്തിട്ട് വേണം. ഇതെന്താമ്മാ ചോദിച്ചുകൊണ്ടാണ് ആ വരവ്. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അതുകൊണ്ട് ജിറാഫ് പറഞ്ഞു. ജിറാഫോ എന്ന് ചോദിച്ചിട്ട് പോയതാണ് അതുകൊണ്ട്. പിന്നെ അതെടുത്തിട്ട് ഇത് വണ്ടിയുടെ ചക്കരല്ലേ എന്ന് പറഞ്ഞ് താഴ്ന്ന് നോക്കുകയാണ് ആൾ. ആ, എന്തോ അപാകത മനസ്സിലായിട്ടുണ്ട്. വണ്ടിക്ക് ചക്കരല്ലാന്ന് കുട്ടിക്ക് മനസ്സിലായി തോന്നുന്നു. പിന്നെ വേറെ കളിപ്പാട്ടൊക്കെ എടുത്ത് അതൊക്കെ പെറുക്കിയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ കൊടുന്നു തരും കേട്ടോ. എനിക്കെന്തിനാണാവോ ഇന്ന് അമ്മ കളിച്ചോന്നും പറഞ്ഞ് കൊണ്ടുവരികയാണ് കേട്ടോ. അതും എൻ്റെ കയ്യിൽ കൊടുന്നിട്ട് ആളിതാ പോകുന്നുണ്ട്. ഇനി എന്താണാവോ പെറുക്കിയിട്ട് വരുന്നത്. അടുത്തത് എന്തൊക്കെയുണ്ട് അതും കൊടുന്നു വന്നു. മൃഗങ്ങളൊന്നും എനിക്ക് വേണ്ടാന്നാ തോന്നുന്നു കുട്ടി പറയുന്നത്. അതൊക്കെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആളതാ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പുറത്തപ്പുറത്ത് കയറിയിരുന്നു. എൻ്റെ അടുത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഈ സംഭവമല്ലേ, ഇത് ബോൾ എറിയുന്നതാണ് കേട്ടോ കുട്ടീസിന്. ബാസ്കറ്റ് ബോൾ കളിക്കും പോലെ ബോൾ എറിഞ്ഞ് കളിക്കാനുള്ളതാണ്. അത് നല്ലൊരു കളിക്കണ സംഭവം കേട്ടോ. ആ ബോളൊക്കെ ഇട്ട് കുറേ നേരം കളിച്ചായിരുന്നു ആള്. പിന്നെ അവിടെ വെച്ച് ഇവിടെ വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ. കുറച്ചു നേരം എൻ്റെ കൂടെ ഇരുന്നും കൊണ്ട് പിന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തോ പറയുമ്പോൾ ആൾക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. മുഖത്ത് കണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കളിക്കാൻ പോയി. അപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു, മിസ്സായിപ്പോയി. പിന്നെ വെള്ളം കുടിക്കാൻ പോയി. ഞാനും വാട്ടർ ബോട്ടിലൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു കൊടുത്തിട്ട് വരാമെന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. വെള്ളമൊന്നും എടുത്തില്ല. പിന്നെ ആ കുട്ടിയുടെ വെള്ളം മേടിച്ചിട്ടാണ് കുഞ്ഞാവ കുടിച്ചത്. വെള്ളം കുടിച്ചതും പോരാ, എൻ്റെ കുപ്പിയാണെന്നുള്ള ഭാവത്തിലായിരുന്നു അവൾ പെരുമാറിയത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കല്ലൊക്കെ പെറുക്കി അടുത്തുള്ള കനാലിലേക്കൊക്കെ എറിഞ്ഞ് ഒരേ എറിയലാണ്. ആൾക്ക് കല്ല് കണ്ട എന്താണെന്നറിയില്ല, ഭയങ്കര വീക്ക്നെസ്സാണ്. എല്ലാ കല്ലും എവിടെ കണ്ടാലും പെറുക്കിക്കൊണ്ട് വരും. വെള്ളം കണ്ടാൽ അതിലെറിയൽ തന്നെ പണി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കനാലൊക്കെ നോക്കി നിന്ന് പിന്നെയും പോയി. ഓടുന്ന ഓട്ടം കണ്ട. വീടെത്താനുള്ള ഓട്ടമൊന്നുമല്ല, അപ്പുറത്ത് വെള്ളം ഒഴുകുന്നുണ്ട്, അതിലേക്ക് ഓടി പോവുകയാണ്. പിന്നെ ഈ വെള്ളം എന്താ റോട്ടിൽ കൂടെ എന്നാണെങ്കിൽ മലമ്പുഴ ഡാം തുറന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വെള്ളം കനാൽ നിറഞ്ഞ് വരികയാണ്. 2 ദിവസം ഉണ്ടാവും.
ഓടിപ്പോയി വെള്ളം കണ്ടതും ഇത് എവിടുന്നാ വെള്ളം വരണേന്നാണ് ആദ്യം ആൾ നോക്കിയത്. ശേഷം എവിടുന്നായാലും വേണ്ടില്ല, വെള്ളമല്ലേ എനിക്ക് കളിക്കാലോ എന്നുള്ള മട്ടിൽ ആൾ സൂപ്പറായി കൈയൊക്കെ തല്ലി കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് പിന്നെ അടുത്ത വെള്ളത്തേക്ക് ഓട്ടെ. ഇത് വെള്ളം അറ്റം വരെ ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് തോന്നുന്നു നല്ല ഓട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കടി ഉണ്ണി എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ്. എടുക്കമ്മ എടുക്കമ്മ എന്ന് പറഞ്ഞ് നടക്കും. വെള്ളമുള്ളത് എന്തായാലും നന്നായി കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കളിച്ചാലും എടുക്കാൻ നല്ല ദൂരമുണ്ടേ. ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വെയിലും. എന്തായാലും വെള്ളമുള്ളത് കൊണ്ട് കുട്ടി കുറച്ച് ദൂരം നടന്നു കേട്ടോ. അങ്ങനെ പോയി 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 ഞങ്ങൾ എത്താറാവുന്നുണ്ട് വീട്ടിലേക്ക്. പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളങ്ങനെ നടന്ന് വീടൊക്കെ എത്താറായി കേട്ടോ ഗൈസ്. ഓടുന്നുണ്ട്, ഓട്ടം കഴിയാറായി. ഈ വെള്ളം കഴിയുന്നേരം വരെ ആൾ ഓടുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.